अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। बिस्मिल्लाह वल्हम्दुलिल्लाह वस्सलातु वस्सलामु अला अशरफिल मखलूक़ीन व अला आलिहि व सहबिहि अजमईन, अम्मा बाद। मुअज़्ज़ज़ तलबा, सामीन किराम, पिछले सबक में हम ऐसी चंद मुकालमे के बारे में चर्चा किए जो ज़रबुल मसल के तौर पर आजकल उर्दू में इस्तेमाल किया जाता है। जैसे हम आखिर में बताया, एक मुकालमा है, तेरे दिल में मेरे सांसों को पनाह मिल जाए, तेरे इश्क़ में मेरी जान पनाह हो जाए। इंशाअल्लाह अब हम आगे देखें। उर्दू अदब से वाबस्ता कई बड़े बड़े शायरों ने हिंदुस्तानी फ़िल्मों को निहायत मेयारी और मकबूल तरीन गीत बख्शे हैं। साहिर लुधियानवी, मजरूह सुल्तानपुरी, सरदार जाफ़री, कैफ़ी आज़मी, जावेद अख्तरी, हसन कमाल, शहरयार और निदा फ़ाज़ली वगैरह फ़नकारों ने फ़िल्मी नग़मा निगारी में अदब का मेयार बरकरार रखा है। यानी उर्दू अदब से मुताल्लिक़ वाबस्ता यानी मुताल्लिक़ बड़े बड़े शायरों ने हिंदुस्तानी फ़िल्मों को बहुत ज़्यादा ख़िदमत अंजाम की हैं। बहुत ज़्यादा शुअरा ऐसे हैं जो फ़िल्म के फ़ील्ड से, फ़िल्मी मैदान से शायरी लिखकर मशहूर हुए हैं। जैसे साहिर लुधियानवी, मजरूह सुल्तानपुरी, सरदार जाफ़री, कैफ़ी आज़मी, ജാവേദ് അഖ്തർ ഇവരൊക്കെ പോലെ. അപ്പോൾ ഉറുദു സാഹിത്യവുമായി ബന്ധപ്പെട്ട് അവർ കവിതകളിലൂടെ ഇന്ത്യൻ ഫിലിമിന് വളരെ മെയ്യാരി എന്ന് പറഞ്ഞാൽ അളവുകോലാക്കാൻ പറ്റുന്ന രീതിയിൽ എന്നൊക്കെയാണ്, അഥവാ അത്രയും അത്യുന്നതമായ ഏറ്റവും സ്വീകാര്യമായ രീതിയിൽ അവർ പല പല കവിതകൾ, പല പല പാട്ടുകൾ ഇന്ത്യൻ ഫിലിമിന് അവർ സംഭാവന ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രമുഖരുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിദാ ഫാസിലി വഗേറ ഫൻകാറോനെ ഫിലിമി നഗ്മ നിഗാരി, ഫിലിം സോങ് എഴുത്ത്, ഫിലിം സോങ് റൈറ്റിംഗ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഫിലിമി നഗ്മ നിഗാരി का माना फिल्मी गीत लिखना, नगमा निगारी में अदब का मेयार बरकरार रखा है. यानी गीत लिखने में भी അദബ് ക മെയ്യാർ, അദബിൻ്റെ സാഹിത്യത്തിൻ്റെ അളവുകോല് അവരെന്തായിട്ടുണ്ട്, ബർക്കറാർ രഖാ ഹെ, സാബിത് കർ ചുക്കാ ഹെ. അത് ആ ഒരു സാഹിത്യത്തിൻ്റെ അളവുകോലിൽ തന്നെ അവരെന്തായിട്ടുണ്ട്, പല ഫിലിം സോങ്ങുകളും എഴുതിയിട്ടുണ്ട്. उर्दू के मशहूर शायर साहिर लुधियानवी ने अपने कलाम के ज़्यादातर हिस्से को फ़िल्मों में छुपा दिया है. मशहूर शायर साहिर लुधियानवी अपने शायरी में अक्सर शायरी फ़िल्म के लिए लिखे हैं. ഉറുദുവിലെ പ്രസിദ്ധനായ കവിയായ ഷാഹിർ ലുധിയാനവി തൻ്റെ കലാമിൻ്റെ അധിക ഭാഗവും ഫിലിമിന് വേണ്ടിയിട്ട് ഖുപാന എന്ന് പറഞ്ഞാൽ ഛുപാദിയാ ഹെ, അതിലാണ് ചെലവഴിച്ചിട്ടുള്ളത്. ഖുപാനെ കാ മാന ഇസ്തിമാൽ കർണ യാ ഖറജ് കർണ എന്നൊക്കെയാണ്, ചെലവഴിക്കുക, ഉപയോഗപ്പെടുത്തുക എന്നൊക്കെയാണ് അർത്ഥം. उससे फ़िल्मों की मकबूलियत में और इजाफ़ा हुआ. അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഫിലിമുകളുടെ സ്വീകാര്യതയിൽ ഒന്നുകൂടെ വർധനവ് ഉണ്ടായി. അപ്പോൾ അതിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു കഭി കഭി എന്ന ഫിലിം 1974 1976 റിലീസായ കഭി കഭി എന്ന ഫിലിമിൽ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണ് കഭി കഭി മേരെ ദിൽ മേ ഖയാൽ ആതാ ഹെ कि जैसे तुझको बनाया गया है मेरे लिए, तू अब से पहले सितारों में बस रही थी कहीं, तुझे ज़मीन पे बुलाया गया है मेरे लिए. വളരെ രസകരമായ, ഭയങ്കര റൊമാൻറ്റിക് അടങ്ങിയൊരു വരിയാണ്. നിങ്ങൾക്കത് വിശദീകരിച്ച് തരേണ്ടിയില്ല. കഭി കഭി മേരെ ദിൽ മേ ഖയാൽ ആതാ ഹെ, സിമ്പിളായിട്ട്, വളരെ സിമ്പിളാണ് അർത്ഥങ്ങൾ. എനിക്ക് പലപ്പോഴും ഇങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ വരുന്നുണ്ട്, എൻ്റെ ഓർമ്മകളിൽ ഇങ്ങനെ വരികയാണ്. ജൈസെ തുജ്കോ ബനായ ഗയാ ഹെ മേരെ ലിയെ,
നീ എനിക്ക് വേണ്ടിയിട്ടാണ് നീ എനിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നിന്നെ സൃഷ്ടിച്ച പോലെ തു അബ് സെ പെഹ്ലെ സിതാറോ മെ ബസ് രഹി തീ കഹീ നീ മുമ്പ് നക്ഷത്രങ്ങളിലെവിടെയോ താമസിക്കുകയായിരുന്നു, അവിടങ്ങളിലെവിടെയായിരുന്നു നീ ജീവിതം കഴിച്ചു കൂട്ടിയത്. തുജെ ജമീൻ പെ ബുലായ ഗയാ ഹെ മേരെ ലിയെ നിന്നെ നക്ഷത്രത്തിൽ നിന്ന് ഈ ലോകത്തേക്ക് വിളിച്ചു വരുത്തിയത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എന്നുള്ള ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കവിത. കഭി കഭി മേരെ ദിൽ മെ ഖയാൽ ആതാ ഹെ कि जैसे तुझको बनाया गया है मेरे लिए, तो अब से पहले सितारों में बस रही थी कहीं, तुझे ज़मीन पे बुलाया गया है मेरे लिए. मुग़ल आज़म अनारकली, मिर्ज़ा गालिब, रज़िया सुल्ताना, इमराव जान, चौदहवीं का चाँद जैसी हमारे बेशुमार तारीख़ साज फ़िल्मों की ज़ुबान ख़ालिस उर्दू है. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതോരോ ഫിലിമുകളുടെ പേരാണ്. മുഗളെ ആസം, അനാർക്കലി എന്നുള്ള ഇതൊക്കെ ഓരോ ഫിലിമുകളുടെ പേരാണ്. ഇത്തരത്തിലുള്ള ബേഷുമാർ താരിഖ് സാസ് ഫിലിം, ഹിസ്റ്റോറിക്കായിട്ടുള്ള ചരിത്ര ഫിലിമുകളുടെ ഭാഷ പൂർണ്ണമായും പ്യുവർ ഉറുദു ലാംഗ്വേജാണ് അതിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. ഉനക്കെ ബേഷുമാർ നഗ്മേ, ഗസ്ലേं और ഖവാലിയാ ആജ് ബി ബേഹദ് മഖബൂൽ ഹെ. ഇത്തരത്തിലുള്ള പല സിനിമകളിലും ഉപയോഗിച്ച ഗസലുകളും നഗ്മെ പാട്ടുകളും ഖവാലികളും ഇന്നും അങ്ങേയറ്റം മഖബൂൽ ഹോ ചുക്കേ ഹെ, വളരെ കബൂലിയത്ത് കിട്ടിയതാണ്. ജൈസെ तेरी महफिल में किस्मत आज़मा कर हम भी देखेंगे, आजी हाँ हम भी देखेंगे. മുഗളെ ആസമിലുള്ള ഒരു ബെയ്ത്താണത്. ഒരു ഖവാലിയുടെ ശൈലിയായിട്ടാണ് എനിക്കത് മനസ്സിലാകുന്നത്. തെരി മഹ്ഫിൽ മെ കിസ്മത്ത് ആസ്മാക്കർ ഹം ഭി ദേഖേംഗെ, നിൻ്റെ സഭയിൽ, നീ പാടുന്ന ആ ഒരു സഭയിൽ, കിസ്മത്ത് ആസ്മാക്കർ സൗഭാഗ്യം ഞങ്ങൾക്ക് പ്രദർശിപ്പിച്ചു താ, ഞങ്ങൾക്ക് കാണിച്ചു താ. ആസ്മാക്കർ എന്ന് പറഞ്ഞാൽ, ആസ്മാഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പോ എന്നൊക്കെയാണ് പറയാം. അപ്പോൾ ആസ്മാക്കർണ എന്ന് പറഞ്ഞാൽ ഷോമി, എനിക്ക് കാണിച്ചു താ, ദിഖാ മുജ്കോ, ഹം ബി ദേഖേംഗെ ഞങ്ങളൊന്ന് കാണട്ടെ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നസീബ്, ഹമാരെ നസീബ് മേ ക്യാ ക്യാ ലിഖാ ഗയാ ഹെ ഹമേ ദിഖാ ദീജിയെ. तेरी महफिल में हम हाज़िर होने की वजह से हमारी नसीब, हमारी किस्मत हमें दिखा दीजिए. ആ ജി ഹം ബി ദേഖേംഗെ, അതെ ഞങ്ങളും കാണട്ടെ എന്ന് മുഗളെ ആസം 1960 മുഗളെ ആസം എന്ന ഫിലിമിൽ 1960 ഇറങ്ങിയ ഈ ഒരു ഫിലിമിൽ ഇങ്ങനെ ഒരു വരി കാണാം. ഫിലിം ധഡ്കൻ എന്ന ഫിലിമേ നുസ്രത് ഫത്തേഹ് അലി ഖാൻ കി ഗായി ഹുയി യെ ഖവാലി ഭി. നുസ്രത് ഫത്തേഹ് അലി ഖാനെ അറിയാത്തവരുണ്ടാവില്ല. ഖവാലി, അദ്ദേഹം പാടിയ ഈ ഒരു ഖവാലി ഹറേക്കെ നൗക്കെ ജുബാൻ പർ ഹെ, എല്ലാവരുടെയും നാവിൻ തുമ്പത്തുണ്ട്. ശ്രദ്ധിക്കുക, നൗക്കെ ജബാൻ പർ ഹെ, എന്തുണ്ട്, നാവിൻ തുമ്പത്തുണ്ട്. നൗക്കെ ജബാൻ പർ ഹെ, നാവിൻ തുമ്പത്തുണ്ട്. ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ആവശ്യം വരുന്ന ഒന്നാണ്. നമുക്ക് തോന്നുമ്പോൾ അങ്ങനെ ഒരു വാക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല, അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കിയേക്കാം. നൗക്കെ ജബാൻ പർ ഹെ എന്താണ്? ഫത്തേഹ് അലി ഖാൻ പാടിയ ഖവാലിയുടെ 2 വരികൾ എന്താണ്? दूल्हे का सहारा सुहाना लगता है, दुल्हन का तो दिल दीवाना लगता है. दूल्हे का सहारा सुहाना लगता है, दुल्हन का तो दिल दीवाना लगता है. दूल्हे का सहरा, सहറ എന്നാണ്, സഹാറ എന്നല്ല. दूल्हे का सहरा सुहाना लगता है, दुल्हन का तो दिल दीवाना लगता है. എന്താണ് പറഞ്ഞത്? ദുൽഹ എന്ന് പറഞ്ഞാൽ ആരാണ്? നവവരൻ. ദുൽഹൻ എന്ന് പറഞ്ഞാൽ നവവധു. ദുൽഹേക സഹറ, നവവരൻ്റെ ആ തോളത്തുള്ള, അദ്ദേഹത്തിന് ചാർത്തി കൊടുത്തിട്ടുള്ള ആ പൂമാല, സുഹാന ലഗ്താ ഹെ, ഹസീൻ ലഗ്താ ഹെ. ദുൽഹ കാ ജോ सहरा फूल का हार जो लगा दिया है उसके कंधे पर, वो बहुत सुहाना है, खूबसूरत है. दुल्हन का तो दिल, लेकिन उस वक्त दुल्हन का दिल तो दीवाना लगता है, दीवाना बन गया है. वो तो अपना दुल्हे का इश्क में फना हुआ है. दुल्हे का सहारा सुहाना लगता है, നവ വരൻ്റെ
സഹറ നവവരൻ്റെ പൂമാല സുഹാന ലഗ്താ ഹെ അത് നല്ല ചന്തമുള്ളതായിട്ടുണ്ട്. ദുൽഹൻ കാ തോ ദിൽ ദീവാന ലഗ്താ ഹെ അന്നേരം നവവധുവിൻ്റെ മനസ്സ് തൻ്റെ നവവരൻ്റെ പ്രേമത്തിൽ അത് ദീവാനയായിട്ടുണ്ട്. പ്രേമം കൊണ്ട് അവൾ പ്രേമത്താൽ ഭ്രാന്തായി തീർന്നവളായിട്ടുണ്ട്. इनी बाकी उर्दू शायरी को नज़रअंदाज करके हिंदुस्तानी फ़िल्मी गीतों का तस्वुर भी अबस है। मिर्ज़ा गालिब की ज़िंदगी के वाक़यात और उनके ख़ुतूत के पेश नज़र सहराब मोदी ने 1954 में मिर्ज़ा गालिब नाम से एक फ़िल्म बनाई थी। ये फ़िल्म और उसकी गज़लें भी बेहद कामयाब रहीं। उर्दू शायरी को नज़रअंदाज करके यानी उर्दू शायरी को അവോയ്ഡ് करके वो छोड़ के നസറന്താസ് करना എന്ന് പറഞ്ഞാൽ അവഗണിക്കുക. അതിനെ അവഗണിച്ചിട്ട് ഉറുദു കവിതകളെ അവഗണിച്ച് ഇന്ത്യൻ ഫിലിമുകളെ ആലോചിക്കുക പോലും വെറുതെയാണ്. ആലോചിക്കാൻ പോലും അബസ് ഹെ അതുപോലും വെറുതെയാണ്. അത് സാധ്യമല്ല. यानी उर्दू शायरी के सिवा हिंदुस्तानी फ़िल्म की मौजूदगी ही तस्वुर नहीं कर सकते. मिर्ज़ा गालिब की ज़िंदगी के वाक़यात मिर्ज़ा गालिबिൻ്റെ ജീവിതത്തിലെ പല സംഭവങ്ങളും और उनके ख़ुतूत के पेश नज़र തൻ്റെ കത്തുകളുടെ പേശ നസർ അതിൻ്റെ പശ്ചാത്തലങ്ങളും സെഹ്റാബ് മോദീനെ പേശ നസർ यानी അതിൻ്റെ സിറ്റുവേഷൻ അന്നത്തെ പശ്ചാത്തലങ്ങളും സെഹ്റാബ് മോദി എന്നവർ 1954 മിർസ ഗാലിബ് എന്ന പേരിൽ ഒരു ഫിലിം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഫിലിം और उसकी ഗസലേം भी ബേഹദ് കാമയാബ് രഹി അതൊക്കെ എന്തായിട്ടുണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതിലുള്ള ചില വരികളാണ് ദിലേ നാദാൻ തുജേ ഹുവാ ക്യാ ഹേ ആഖിർ ഇസ് ദർദ് കി ദവാ ക്യാ ഹേ. അത് എന്താണെന്ന് വെച്ചാൽ സ്നേഹത്തിൻ്റെ അങ്ങേ അറ്റത്തുനിന്ന് വരുന്ന ഒരു വരിയാണിത്. ദിലേ നാദാൻ തുജേ ഹുവാ ക്യാ ഹേ. സ്വന്തം മനസ്സ് ഒരു നാദാനായിട്ടുണ്ട്. സ്നേഹം കൊണ്ട് സ്നേഹം മൂത്ത് നാദാനായി മാറിയിട്ടുണ്ട്, ഭ്രാന്തായി മാറിയിട്ടുണ്ട്. അപ്പം ആ നാദാനായ ആ മനസ്സിനോട് അഭിമുഖീകരിച്ചുകൊണ്ട് അഭിസംബോധന മുഖാത്തബ് കർത്തേ ഹുയേ ബതാത്താ ഹേ തുജേ ക്യാ ഹുവാ ഹേ മേരാ ദിൽ തുജേ ക്യാ ഹുവാ ഹേ आखिर इस दर्द की दवा क्या है. यानी मेरे दिल को अभी दर्द लगता है, बहुत दर्द लगता है, उसका दवा कैसे मिलेगा. എൻ്റെ മനസ്സിന് ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മനസ്സിൻ്റെ ഈ വേദനയ്ക്ക് എവിടുന്നാണ് പരിഹാരം, ഇതിൻ്റെ മരുന്ന് എവിടുന്ന് കിട്ടും. എൻ്റെ കാമുകി എൻ്റെ അടുത്തെത്തുക എന്നല്ലാതെ, എൻ്റെ മാഷൂക്കത്ത് എൻ്റെ അടുത്തെത്തുക എന്നല്ലാതെ മറ്റെന്ത് പരിഹാരമാണ് ഇതിനുള്ളത് എന്ന അനുരാഗത്തിൽ കുതിർന്ന ഒരു 2 വരിയാണ്, ഈരടിയാണ് ഇത്. ദിലേ നാദാൻ തുജേ ഹുവാ ഹേ ക്യാ ആഖിർ ഇസ് ദർദ് കി ദവാ ക്യാ ഹേ. नादान दिल से मुखातब करते हुए कह रहा है तुझे क्या हुआ है, क्या मुसीबत में पड़ गई है तुम, क्या मुसीबत में पड़ गई है तू. जो दर्द आप भरोसा करते हैं, जो मुश्किल आप सामने करते हैं, उसकी दवा कैसे मिलेगी. तो उसके शिफा कैसा होगा, ऐसा पूछ रहा है. हर मोड़ पर हिंदुस्तानी सिनेमा ने गंगा जमनी तहज़ीब को बरकरार रखा है. इस सिलसिले में फ़िल्म साथी में दादा साहब फाल्के अवार्ड നിങ്ങൾക്കറിയുന്നതായിരിക്കും. फाल्के अवार्ड याफ्ता मजरूह सुल्तानपुरी का एक गीत मुलाहजा हो. हर मोड़ पर അഥവാ എന്തൊക്കെ ഇൻ എവറി സിറ്റുവേഷൻ എന്തൊക്കെ അവസ്ഥകളിലും ഹിന്ദുസ്ഥാനി സിനിമാനെ ഇന്ത്യൻ സിനിമകൾ ഗംഗാ ജംനി തെഹ്സീബ് അഥവാ നമ്മുടെ ഗംഗാ യമുന സംസ്കാരം അഥവാ നമ്മുടെ ഇന്ത്യൻ തനിമ ബർക്കറാർ രഖാ ഹെ, സാബിത് കർ രഖാ ഹെ. അതിനെയൊക്കെ എന്തായിട്ടുണ്ട്, ആ തനിമയെ നിലനിർത്തുമാർ മാത്രമേ നമ്മൾ ഇന്ത്യൻ സിനിമകൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഈ സിൽസിലമേ ഇതിനെ തുടർന്ന് ഇത്തരത്തിൽ തന്നെ
ഫിലിം സാഥി എന്ന ഫിലിമിൽ ദാദാ സാഹബ് ഫാൽക്കെ അവാർഡ് യാഫ്ത മജ്റൂ സുൽത്താൻപൂരി ക ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ, അവാർഡ് യാഫ്ത എന്ന് പറഞ്ഞാൽ അവാർഡ് നേടിയതായ മജ്റൂ സുൽത്താൻപൂരിയുടെ ഏക് ഗീത്ത് മുലാഹസ ഹോ, ഒരു ഗീത്ത്, ഒരു പാട്ട് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അപ്പോൾ ഏതൊക്കെ അവസ്ഥയിലും നമ്മുടെ ഒരു തനിമ ഉറുദു ഫിലിമുകളൊക്കെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള അങ്ങനെ കാത്തു സൂക്ഷിച്ചതിൽപ്പെട്ട ഉസ്കെ സിൽസിലേമേ അതിൽപ്പെട്ടതായ അത്തരത്തിലുള്ള ഒരു ഫിലിമാണ് സാഥി. അതിലുള്ള ഒരു ഗീത്താണ് സുൽത്താൻപൂരി ഫാൽക്കെ അവാർഡ്, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മജ്റൂ സുൽത്താൻപൂരിയുടെ ഒരു കവിതയാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഘർ തെരെ ദം സെ ഹേ മന്ദിർ മേരാ തൂ ഹെ ദേവി मैं पुजारी तेरा सजदे 100 बार करूं तुझे प्यार करूं आगोश में आई ना हूँ मैं तेरा. അപ്പോൾ ഇതൊക്കെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള കവിതകൾ തന്നെയാണ്. ഘർ തെരെ ദം സെ ഹേ മന്ദിർ മേരാ. अपने माशूक के घर से मुखातब करते हुए आशिक कह रहा है, घर तेरे ही दम से, तेरे ही वजह से मेरा मंदिर यहाँ बनाया हुआ है. അപ്പോൾ തൻ്റെ മാഷൂക്കത്തിൻ്റെ വീടിനോട് അഭിസംബോധന നടത്തിയിട്ട് പറയാണ്, ഘർ തെരേ ദംസെ യാനി തെരേ ഹി വജാസെ, നിൻ്റെ കാരണത്താലാണ് മേരാ മന്ദിർ മേരാ മന്ദിർ മേരാ, ഇവിടെ എൻ്റെ മന്ദിരം നിലകൊള്ളുന്നത് നിൻ്റെ വീട് അവിടെയുണ്ട് എന്നതുകൊണ്ടാണ്. तू है देवी, तू मेरा देवी है, यानी देवी है जिसे खुदा के जैसे मैं तुम्हें देखता हूँ. मैं पुजारी तेरा, ഞാൻ നിൻ്റെ പൂജാരിയാണ്. तू मेरे खुदा और मैं तेरी इबादत करता हूँ, तेरी इताअत करता हूँ. സജ്ദെ 100 बार करूँ, ഞാൻ നിൻ്റെ മുന്നിൽ 100 തവണ ഒന്ന് സുജൂദ് ചെയ്യട്ടെ. ഒന്ന് വരുമോ, എൻ്റെ അടുത്തേക്കൊന്ന് വരുമോ. തുജെ പ്യാർ കരും, നിന്നെ ഒന്ന് വല്ലാതെ സ്നേഹിച്ചോട്ടെ. ആഘോഷ്മേ എൻ്റെ മടിത്തട്ടിലേക്കൊന്ന് വരൂ, എൻ്റെ മടിയിലേക്കൊന്ന് വരൂ, എൻ്റെ മടിയിലൊന്ന് തല ചായ്ച്ച് കിടക്കൂ. ആയിനഹൂമേ തര, ഞാൻ നിൻ്റെ കണ്ണാടിയായി കൊള്ളാം എന്നൊക്കെയുള്ള നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള കവിതകൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. मंदिर और पुजारी जैसे अल्फाज के बाद सजदे 100 बार करूँ के फ़िक्रे का बुरजुस्ता इस्तेमाल इस हकीकत पर दाल है. जावेद विशिष्ट ने खूब कहा है.